ഗുജറാത്തിൽ വലിയ മുന്നേറ്റമാണല്ലോ BJP നടത്തിയത്. പക്ഷെ അത് ആരിലും എത്തിയിട്ടില്ല. നമ്മുടെ മാധ്യമങ്ങൾ പറയത്തില്ല. കാരണം ഗുജറാത്തിൽ താമരക്കാലമല്ല, താമര വസന്തമാണ്. കാരണം 2027 ഡിസംബർ മാസത്തിൽ ഗുജറാത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുക. അതിൻ്റെ സെമി ഫൈനലാണ് ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പ്. ഗുജറാത്തിലെ 15 കോർപ്പറേഷനുകൾ, 84 മുനിസിപ്പാലിറ്റികൾ, 34 ജില്ലാ പഞ്ചായത്തുകൾ, 260 താലൂക്ക് പഞ്ചായത്തുകൾ, ഇവിടേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നു. ഇന്ത്യയിൽ ഹിന്ദുത്വത്തിൻ്റെ പരീക്ഷണശാല എന്നൊക്കെ ചില ആളുകൾ കേരളത്തിൽ ഗുജറാത്തിനെ കുറിച്ച് പറയാറുണ്ട്. കാരണം അവിടെയാണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും തട്ടകമാണ്. വേണമെങ്കിൽ ഒരു BJP സർക്കാർ അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ ആശയത്തിൽ ഊന്നിയ ഒരു സർക്കാരിന് ആഴത്തിൽ വേരുണ്ടാക്കിയ ഒരു സർക്കാർ ഉദയം കൊണ്ടത് ഗുജറാത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹിന്ദുത്വ പരീക്ഷണശാലയായ ഗുജറാത്ത്. പിന്നെ ഗുജറാത്ത് മോഡൽ, ഗുജറാത്തിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായതിനു ശേഷം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുണ്ട്. ഈ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരു കഥ പറയാം. റിസൾട്ടിൻ്റെ ഫലം പറയാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകர்கள் തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ മാധ്യമങ്ങളെല്ലാം ഗുജറാത്തിൽ BJP നേടിയിരിക്കുന്ന വമ്പൻ വിജയത്തെ തമസ്കരിച്ചിരിക്കുക. അത് പറയുന്നതിന് മുമ്പ് ഞാനൊരു കഥ പറയും. എറണാകുളത്തെ ഒരു വസ്ത്ര വ്യാപാരി, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം വലിയ സമ്പന്നനാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ 10 വിരലിലും നവരത്നങ്ങളൊക്കെ ഘടിപ്പിച്ച മോതിരമൊക്കെ ഉണ്ട്. എൻ്റെ സുഹൃത്താണ് അദ്ദേഹം. ഹോൾസെയിൽ വസ്ത്ര വ്യാപാരി. അദ്ദേഹം ഗുജറാത്തിൽ സൂറത്തിൽ പോയാണ് തുണി എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴല്ല, ഒരു 15-20 വർഷം മുമ്പത്തെ കഥയാണ് പറയുന്നത്. അദ്ദേഹം എന്നോട് പറയും, ഞാൻ സൂറത്തിലേക്ക് അന്ന് പോകുമ്പോൾ അവിടുത്തെ മില്ലുകാർ പറയും, ആദ്യമായിട്ട് ഞാൻ സൂറത്തിൽ പോയപ്പോൾ മില്ലുകാർ പറഞ്ഞു, എൻ്റെ പൊന്ന് ജി പേര് ചേർത്തിട്ട്, അങ്ങ് ഗുജറാത്തിൽ വരുമ്പോൾ ഈ മോതിരവും സ്വർണ്ണവും ഒന്നിട്ട് വരരുത്, നല്ല പിണ്ടി വിരലിൻ്റെ വലിപ്പമുള്ള മാലയൊക്കെ ഉണ്ട്, ഇതൊന്നും ഇട്ടുകൊണ്ട് വരരുത്, കാരണം ഇവിടെ വലിയ കുഴപ്പമാണ്. വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും, ഹോട്ടലിൽ കയറുകയും ചെയ്യും. എന്നിട്ട് ഇവർ പറയുന്നത്, നിങ്ങൾ പൈസ കൊണ്ടുവരരുത്, നിങ്ങൾ ചെക്ക് അയച്ചു തന്നാൽ മതി. അന്നത്തെ പോലെ അന്ന് ഡിജിറ്റൽ പേയ്മെൻ്റ് ഒന്നുമില്ല, ബാങ്ക് ട്രാൻസാക്ഷനോ ഒന്നുമില്ല, അതുകൊണ്ട് ചെക്ക് അയച്ചു കൊടുത്താൽ മതി, നിങ്ങളുടെ വിശ്വാസമാണ്, ഞങ്ങൾ ചരക്ക് എത്തിച്ചേക്കാം എന്ന് പറയും. അങ്ങനെയാണ് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹം പറയുകയാണ്, മോദിയുടെ കാലത്ത് പറയുകയാണ്, ഞാനിപ്പോൾ ഗുജറാത്തിൽ പോകും, രാത്രി 11 മണിക്ക് വരെ അവിടെ നടക്കും, ഞാൻ ഈ സ്വർണ്ണമാലയും മോതിരവും ഇട്ടാണ് നടക്കുന്നത്. ഗുജറാത്ത് കംപ്ലീറ്റ് മാറി. എങ്ങനെയാണ്? ആളുകൾക്ക് സ്വസ്ഥമായി വഴികളിറങ്ങി നടക്കാവുന്ന തരത്തിലുള്ള ക്രമസമാധാനം ഉണ്ടായി. മോദി മുഖ്യമന്ത്രിയും അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഗുജറാത്ത് അങ്ങ് മാറി. ഗുജറാത്ത് മാറിയിട്ട് ഗുജറാത്ത് മോഡൽ വികസനം പഠിക്കാൻ വേണ്ടി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ഗുജറാത്തിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഗുജറാത്തിനെ അടിമുടി മാറ്റുന്ന ഒരു ഭരണ സംവിധാനമാണ് നരേന്ദ്രമോദിയുടെ കാലത്ത് വന്നത്. പിന്നെ അതൊക്കെ പറഞ്ഞിട്ട് ഗുജറാത്ത് കലാപം, ഭ്രൂണം, ശൂലം എന്നൊക്കെ പറയും. ചുണ്ടയ്ക്കാൻ കൊടുത്ത് വഴുതനങ്ങ മേടിച്ചതാണെന്ന് ഞാൻ പറയും. കാരണം ഗുജറാത്ത് കലാപത്തെക്കുറിച്ചല്ലേ പറയുള്ളൂ, പക്ഷേ ഗോദ്രയെക്കുറിച്ച് പറയില്ല. ചുണ്ടയ്ക്കാൻ കൊടുത്തു, വഴുതനങ്ങ മേടിച്ചു. അപ്പം ഈ സിഖ് കലാപം, 3000 സിഖുകാരെ കൊന്നു, ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞു. 3000 പേരെ, ചുരുങ്ങിയ പക്ഷം അതിൽ കൂടുതലേക്ക്. അതിനെ ആരും പറയുന്നത് സിഖ് കലാപത്തെക്കുറിച്ച് മിണ്ടത്തില്ല. സിഖ് കലാപത്തെക്കുറിച്ച്, സിഖ് കൂട്ടക്കൊലയെക്കുറിച്ച്, സിഖ് കലാപമല്ല, സിഖ് കൂട്ടക്കൊലയെക്കുറിച്ച്, സിഖുകാരെ കാണുന്നിടത്ത് വെച്ച് ടർബൻ അഴിച്ച് മാറ്റി അതിൽ പെട്രോൾ ഒഴിച്ച് ദേഹത്ത് ചുറ്റി കത്തിച്ച് കൊന്നത് ഉൾപ്പെടെയുള്ള സിഖ് കൂട്ടക്കൊലയെക്കുറിച്ച് പറയാത്ത കോൺഗ്രസ്സുകാർ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പറയും. എന്നിട്ട് ഗോദ്ര പറയത്തില്ല. നമ്മുടെ ചില ആശാന്മാർ, രായപ്പന്മാർ സിനിമ ഇറക്കും, ഗോദ്രയില്ല, ഗുജറാത്ത് മാത്രമാണ് എന്ന് പറഞ്ഞ് സിനിമ ഇറക്കും. അപ്പോൾ ഗുജറാത്തിനെ അങ്ങ് ടാർണിഷ് ചെയ്യാൻ, മോശപ്പെടുത്താൻ ഒരു ശ്രമം പണ്ട് മുതലേ നടന്നിരുന്നത് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ നരേന്ദ്രമോദിക്ക് അമേരിക്കയ്ക്ക് പോകാൻ വിസ കൊടുക്കരുതെന്ന് പറഞ്ഞു. അവസാനം അമേരിക്ക വിസയായിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ട്രംപ് നാഴികയ്ക്ക് 40 വട്ടം മോദിയെ വിളിക്കും. ഇടയ്ക്ക് അത് പിണങ്ങിയ താരീഫിൻ്റെ കാര്യത്തിൽ ബന്ധം ഒന്നും ഒലഞ്ഞപ്പോൾ ട്രംപ് പറഞ്ഞെന്താ, ഞാൻ 3 പ്രാവശ്യം മോദിയെ വിളിച്ചിട്ട് മോദി ഫോൺ എടുത്തില്ല എന്നാണ് പറഞ്ഞത്. അതാണ് ഇന്ന് ഇന്ത്യ, ഇന്ന് ഗുജറാത്ത്, ഇന്ന് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയുടെ തട്ടകത്തിലാണ് ഇപ്പോൾ ഗുജറാത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പഞ്ചായത്ത്, ലോക്കൽ ബോഡി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, പ്രകമ്പനം കൊള്ളിക്കുന്നതാണ്. പ്രകമ്പനം കൊള്ളിക്കുന്ന വിജയമാണ് BJP ഗുജറാത്തിൽ നേടിയിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഗുജറാത്തിൽ പുതിയ കോർപ്പറേഷനുകൾ ഉണ്ടായിരുന്നു. നവസാരി, ഗാന്ധിധാം, മോർബി, വാപ്പി, ആനന്ദ്, നമ്മുടെ അമുൽ ഒക്കെ ഉള്ള സ്ഥലമുണ്ടല്ലോ, ആനന്ദിലൊക്കെ പുതിയ കോർപ്പറേഷനുകൾ വന്നു. ഈ കോർപ്പറേഷനുകൾ ഉൾപ്പെടെ എല്ലാം തുത്തുവാരിക്കൊണ്ട് BJP പോയി എന്ന് പറഞ്ഞാൽ അത് അത്ഭുതത്തിന് വകയുള്ളതല്ല, അത് കുറഞ്ഞു പോകും. കാരണം ഗുജറാത്തിൽ ഈ 182 സീറ്റുകളാണ് നിയമസഭയിലേക്കുള്ളത്. 92 സീറ്റുകൾ വേണം കേവല ഭൂരിപക്ഷത്തിന്. ഇപ്പോൾ BJP ഭരിക്കുന്നത് 161 MLA മാരുമായിട്ടാണ്. ആം ആദ്മി പാർട്ടിക്ക് 4 സീറ്റുണ്ട്,
INCക്ക് രാഹുലിൻ്റെ പാർട്ടിക്ക് 12 സീറ്റുണ്ട്. മറ്റ് എല്ലാവരും കൂടെ SP അവരെല്ലാം കൂടെ ചേർന്നിട്ട് 2 3 സീറ്റുകളുണ്ട്. ഇതാണ് ഗുജറാത്തിലെ കക്ഷിനില. അതായത് കോൺഗ്രസ് പാർട്ടിക്ക് വെറും 12 സീറ്റുകളേ ഉള്ളൂ. ഗുജറാത്ത് കോൺഗ്രസ് പിടിക്കും എന്നാണ് പറയുന്നത്. ആപ്പിന് 4 സീറ്റുണ്ട്, SP-ക്ക് 1 സീറ്റുണ്ട്. അപ്പോൾ 161 സീറ്റുകളുമായി വലിയ ഭൂരിപക്ഷത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗുജറാത്ത് സർക്കാരിന് വലിയ പ്രതീക്ഷ ചിലപ്പോൾ ഏതാണ്ട് 90% സീറ്റുകളും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നേടാൻ കഴിയുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ റിസൾട്ട്. അത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഫലം വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ റിസൾട്ട് പറയാം. ഗുജറാത്തിലെ 15 കോർപ്പറേഷനുകളിൽ 15ഉം BJP നേടി. ഇനി ഗുജറാത്തിലെ 15 മേയർമാരും BJPക്കാരാണ്. മുനിസിപ്പാലിറ്റികളിൽ 84 ഉണ്ട്. 84-ൽ 78 മുനിസിപ്പാലിറ്റികളും BJP നേടി, 6 കോൺഗ്രസിനുണ്ട്. ജില്ലാ പഞ്ചായത്തുകൾ 34ആണ്. അതിൽ 33 ജില്ലാ പഞ്ചായത്തുകളും BJP നേടി, 1 കിട്ടിയത് ആം ആദ്മി പാർട്ടിക്കാണ്. അഹമ്മദാബാദ്, സൂറത്ത്, രാജ്കോട്ട്, വഡോദര തുടങ്ങിയ എല്ലാ പ്രധാന നഗരങ്ങളും BJP നേടി. നേരത്തെ പറഞ്ഞ പുതിയ കോർപ്പറേഷനുകളായ നവസാരി, ഗാന്ധിധാം, മോർബി, വാപ്പി, ആനന്ദ് അടക്കമുള്ള സ്ഥലങ്ങളിലും BJPയുടെ മേയർമാർ ഇനി ഭരിക്കും. ഗ്രാമപഞ്ചായത്തുകളിൽ 9900 വാർഡുകളാണുള്ളത്. 9900 വാർഡുകളിൽ 6472 വാർഡുകളും BJP സ്ഥാനാർത്ഥികളാണ് ജയിച്ചിരിക്കുന്നത്. ഇതാണ് ഗുജറാത്തിൻ്റെ ഒരു ചിത്രം. അപ്പോൾ ഇതാണ് ഈ നിലയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ UDF പറയുന്നില്ലേ, കേരളത്തിൽ വലിയ തൂത്തുവാരി UDF എടുത്തു. ഇതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സാക്ഷ്യപത്രമാണ് അല്ലെങ്കിൽ മുന്നൊരുക്കമാണ് എന്ന് പറയുന്ന ആ തിയറി ആപ്ലിക്കബിൾ ആണെങ്കിൽ ഗുജറാത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭൂപേന്ദ്ര പട്ടേലിൻ്റെ സർക്കാർ അല്ലെങ്കിൽ BJP സർക്കാർ അടുത്ത പ്രാവശ്യം 161 സീറ്റുകൾ എന്നുള്ളത് എത്രയോ കൂടുതൽ നേടാം. 182 സീറ്റുകളാണ് 182 സീറ്റുകളാണ് ആകെ ഉള്ളത്. 92 സീറ്റുകൾ മതി ഭൂരിപക്ഷത്തിന്. ഇപ്പം തന്നെ ഭൂരിപക്ഷത്തെക്കാളും വളരെ കൂടുതൽ സീറ്റുകളുള്ള BJP ഒരു പക്ഷേ ഏതാണ്ട് 170-ൽ പരം സീറ്റുകളിൽ ജയിക്കാവുന്ന തരത്തിലേക്ക് മാറുമെന്നാണ് ഇപ്പോഴത്തെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പറയുന്നത്. അതൊക്കെ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഗുജറാത്ത് നിയമസഭയുടെ അവസ്ഥ എന്നറിയാം. രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭയിൽ ഇരുന്ന പോലെയാണ്. ഗുജറാത്തിൽ പ്രതിപക്ഷ നേതാവില്ല. കാരണം പ്രതിപക്ഷ നേതാവ് വേണമെങ്കിൽ പാർട്ടിക്ക് മിനിമം എത്ര വേണം? 19 സീറ്റ് വേണം ഗുജറാത്തിൽ. അതില്ല. അതുകൊണ്ട് ഇന്ത്യയിൽ പ്രതിപക്ഷത്തിന് അംഗീകൃത പ്രതിപക്ഷമില്ലാത്ത നിയമസഭയാണ് ഗുജറാത്ത്. അവിടെ നിന്ന് വരുന്ന ഈ തദ്ദേശ സ്വയംഭരണ ഫലത്തിൻ്റെ ഒരു ആവേശം BJPയെ വലിയ തോതിൽ ഒരു ടെമ്പോ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ ഇന്നലെ കാണുന്നതറിയാം, മോദി ബംഗാൾ ഇലക്ഷന് ശേഷം പ്രചരണത്തിന് ശേഷം നേരെ സിക്കിമിൽ പോന്നു. അത് കഴിഞ്ഞ് UP-യിലേക്ക് എത്തി. UP-യിൽ പോയി 1000 കോടി രൂപയുടെ വികസന പദ്ധതികൾ വാരണാസിയിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ മാത്രം പ്രഖ്യാപിച്ചു. അമിത്ഷാ മാസത്തിൽ 2 പ്രാവശ്യം വെച്ച് പഞ്ചാബിൽ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പം BJP പതുക്കെ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 2029 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അവരുടെ ഒരു മൈറ്റി ഇലക്ഷൻ വാർ മെഷീൻ ചലിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു BJP എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. പിന്നെ BJPക്ക് തിരിച്ചടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ചില തിരിച്ചടിയൊക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടി ഗുജറാത്തിൽ സൂറത്ത് അവർക്ക് നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ സൂറത്തിൽ ആപ്പിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. അവിടെ വലിയ തിരിച്ചടി ഉണ്ടായി. പക്ഷേ നർമ്മദ ജില്ലാ പഞ്ചായത്തും ഞാൻ പറഞ്ഞില്ല, ഒരു ജില്ലാ പഞ്ചായത്ത് ആപ്പ് നേടിയിട്ടുണ്ട്. നർമ്മദ ജില്ലാ പഞ്ചായത്താണ്. നർമ്മദ ജില്ലാ പഞ്ചായത്ത് നേടി. ഇപ്പം പൊതുവിൽ കാണുന്നത് കോൺഗ്രസ് ഗ്രാമങ്ങളിൽ പിന്തള്ളപ്പെട്ട കോൺഗ്രസ് നഗരപ്രദേശങ്ങളിൽ ഇപ്പോൾ 3-ാം സ്ഥാനത്തായി. നഗരപ്രദേശങ്ങളിൽ 2-ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന പാർട്ടി ആപ്പും ചിലയിടത്തൊക്കെ SP-യും ഒക്കെയാണ്. അപ്പോൾ കോൺഗ്രസ്സിന് എല്ലാ നഗരപ്രദേശങ്ങളും മുനിസിപ്പൽ കോർപ്പറേഷൻ മേഖലകളിലൊക്കെ 3-ാം സ്ഥാനത്ത് മാത്രം എത്തുന്ന കെട്ടിവെച്ച കാശ് കിട്ടാത്ത പാർട്ടിയായി ഗുജറാത്തിൽ കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്ന ചിത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാജയം BJPയെ മാത്രമല്ല കോൺഗ്രസിനെ ഞെട്ടിച്ച ഒരു വിജയവും പരാജയവും അവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് അഹമ്മദാബാദിൻ്റെ ഹൃദയഭാഗത്ത് ഖാദിയ എന്നറിയപ്പെടുന്നൊരു മേഖലയുണ്ട്. ഖാദിയ എന്ന് പറഞ്ഞാൽ ജനസംഘം തുടങ്ങിയ കാലം മുതൽ
BJPക്ക് വലിയ സ്വാധീനം, ജനസംഘത്തിന് പിന്നീട് BJPക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന മേഖലയായിരുന്നു ഖാദിയ. അത് അശോക് ഭട്ടിൻ്റെയൊക്കെ കാലം മുതൽ തന്നെ അവിടെ BJPയും ജനസംഘവും ഒരുപാട് കാലത്ത് വൻ വിജയം നേടിയിരിക്കുന്ന ഈ ഖാദിയ മേഖലയിൽ BJPക്ക് തോൽവി സംഭവിച്ചിരിക്കുന്നു. ഖാദിയ മേഖലയിൽ 4 സീറ്റുകളുള്ള 4-ൽ ധ്രുവപ്രിയ കാന്ത് കലാപി എന്ന് പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി 2395 വോട്ടുകൾക്ക് BJP തോൽപ്പിച്ചു. മറ്റൊന്ന് ഇല്യാസ് ഖാൻ പത്താൻ 474 വോട്ടുകൾക്ക് BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചു. മീനാബെൻ നായക്ക്, ബിർജുബെൻ നായിക്കർ എന്നിങ്ങനെ 2 സ്ഥാനാർത്ഥികളിലൂടെ ജയിച്ചു വന്നിട്ടുണ്ട് കോൺഗ്രസിൻ്റെ. അതായത് BJPയുടെ ഏറ്റവും ശക്തി ദുർഗമായിരുന്ന ഖാദിയ എന്ന് പറയുന്ന 4 ഡിവിഷനുകൾ ഉള്ള അഹമ്മദാബാദിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു പ്രദേശത്ത് ഒരു വലിയ സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ട്. വലിയ വിജയം ഗുജറാത്തിൽ നേടിയപ്പോഴും ഈ ഖാദിയ എങ്ങനെ തോറ്റു എന്ന് BJP അത്ഭുതപ്പെടുന്നതിനേക്കാളും അന്തം വിട്ടിരിക്കുകയാണ് കോൺഗ്രസ്. ഖാദിയയിൽ ഞങ്ങൾ എങ്ങനെ ജയിച്ചു? അപ്പോൾ അതിനകത്ത് എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. കാരണം ഈ BJPയുടെ മുൻ മേയറായിരുന്ന ലാൽജിഭായ് പാർമറുടെ മകൻ പരേഷ് കുമാർ ആനന്ദാണ് തോറ്റുപോയ ഒരാൾ. മറ്റത് മുൻ കൗൺസിലറായ പങ്കജ് ഭട്ട് തോറ്റുപോയി. മുൻ കൗൺസിലർ ഉമാങ്ക് നായകൻ്റെ ഭാര്യ ഹേത്തൽ ബെൻ നായിക്ക് മത്സരിച്ചു, അവരും തോറ്റുപോയി. ശ്വേതൽ ഷാ എന്ന് പറയുന്ന ഒരു BJP നേതാവ് തോറ്റുപോയി. ഇതിനെന്താണ് കാരണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഗൗരവത്തോടെയുള്ള ഒരു പഠനം ഒരുപക്ഷെ BJP നടത്തുമായിരിക്കും. BJPയേക്കാൾ കാര്യമായിട്ട് കോൺഗ്രസ് നടത്തും. എങ്ങനെ കിട്ടിയടാ ഇതെല്ലാം? പൊട്ടറിൽ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞ പോലെയാണ്. ആരെ ആക്ഷേപിക്കാൻ പറഞ്ഞതല്ല കേട്ടോ. അപ്പോൾ ഏതായാലും അതിന് പറയുന്ന വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞു. അതായത് ഒരുപാട് പേർ ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറുന്നു. അതായത് ഇപ്പോൾ ഗ്രാമത്തിലൊക്കെ താമസിക്കുന്ന ആളുകൾ നഗരത്തിലേക്ക് പോകുന്ന പോലെ നഗരത്തിൽ താമസിക്കുന്ന ആളുകൾ നഗരത്തിലെ ഈ വീർപ്പ് മുട്ടൽ സഹിക്കാൻ വയ്യാതെ അവരെന്ത് ചെയ്യുന്നു? ഗ്രാമങ്ങളിലേക്ക് മാറുന്നു. അങ്ങനെ ആളുകളുടെ സ്ഥലം മാറിപ്പോയതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ ഈ പഴയ നഗരത്തിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്ന ചില പ്രക്രിയ അഹമ്മദാബാദ് പോലെയുള്ള സ്ഥലങ്ങളിൽ BJP സർക്കാർ നടപ്പാക്കുന്നുണ്ട്. അവിടെ ഓവർ ക്രൗഡഡാണ്, അതുകൊണ്ട് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒക്കെ സംഭവിച്ചുകൊണ്ടായിരിക്കാം ഈ തോൽവി എന്നാണ് പ്രാഥമികമായി വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും കൂറ്റൻ വിജയമാണ് ഗുജറാത്തിൽ BJP നേടിയത്. അതിനിടയ്ക്കും ഖാദിയ മേഖലയിലുണ്ടായ ഈ ചെറിയ 4 സീറ്റുകൾ, 4 ഡിവിഷനുകളാണ്. 4 ഡിവിഷനുകളിലെ തോൽവി അതീവ ഗൗരവത്തോടെ BJP തന്നെ ഏറ്റെടുക്കുന്നു. നമുക്ക് ഒരു സംസ്ഥാനത്തെ ഒരു മുനിസിപ്പൽ പ്രദേശത്തെ 4 ഡിവിഷനുകളിൽ തോറ്റുപോയത് ഇപ്പോൾ വലിയ വാർത്തയാണ്. അത് കാരണം BJPയുടെ ശക്തി കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ബാക്കി എല്ലായിടത്തും തോറ്റുപോയ കോൺഗ്രസ്സിന് അന്ന് ഞങ്ങൾ ഖാദിയെ തോൽപ്പിച്ചു, നീ നാളെ എന്താ ഇന്ത്യയിലല്ലേ പറ്റുള്ളൂ, നീ കേരളത്തിലോട്ട് വാടാ എന്നൊരു സിനിമയിലാരോ പറയുന്ന പോലെ ഗുജറാത്ത് മുഴുവൻ ഞങ്ങൾ ജയിച്ചു, ഖാദിയ ഞങ്ങൾ ജയിച്ചേ എന്ന് പറയുന്ന തരത്തിൽ കോൺഗ്രസും ഈ മാധ്യമങ്ങളും ഈ ഖാദിയയിലെ പരാജയം എടുത്തു കാണിക്കുന്നുണ്ട്. ഏതായാലും അമിത്ഷായുടെ തട്ടകത്തിൽ, നരേന്ദ്രമോദിയുടെ തട്ടകത്തിൽ BJPയെ നേരിടാൻ ആരുമില്ല എന്ന് ഒരിക്കൽ കൂടി ലോക്കൽ ബോഡി ഇലക്ഷൻ തെളിയിച്ചിരിക്കുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ ഉറപ്പായും കൊടുക്കത്തില്ല എന്ന് തീരുമാനിച്ചൊരു വാർത്തയാണ് പ്രേക്ഷകരെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ത്യ ലൈവ് ഉള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നു. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുക. ഞങ്ങളുടെ ചാനൽ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവർ ഉറപ്പായും ചെയ്യുക.